ലെയ്ത്തുകളും ചന്ദനത്തിരി ഫാക്ടറികളും നിരന്നു നിൽക്കുന്ന മൈസൂരിലെ തെരുവോരങ്ങൾ. അവിടെ നിന്ന് ഏലവും ജാതിയും മണക്കുന്ന മട്ടാഞ്ചേരിയിലെ സുഗന്ധവ്യഞ്ജന തെരുവിലേക്ക് എത്തിയതാണ് ഇർഫാൻ ഷെരീഫ്. വരുമ്പോൾ ചന്ദനത്തിരിയുടെയും അത്തറിന്റെയും ഗന്ധവും കൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ മട്ടാഞ്ചേരിയിലൂടെ നടക്കുമ്പോൾ മലബാർ കുരുമുളകിന്റെയും ഏലത്തിന്റെയും കരയാമ്പൂവിന്റെയും മണത്തിനിടയിൽ കൂടി ചന്ദനത്തിരിയുടെ ഗന്ധവും തേടിയെത്തും. Whenever the customer comes to our place, we will show the live manufacturing, how we are manufacturing the incense sticks and perfume oils. If people want to make customize their perfumes, we will help you out to make customize their unique fragrance. We have all kinds of notes like citrusy, woody and flowery, sweet, every kinds of notes. മട്ടാഞ്ചേരിയിൽ എത്തുന്നവർക്ക് മുൻപിൽ വമ്പൻ ചന്ദനത്തിരിയും കൂറ്റൻ അത്തർകുപ്പിയും കൊണ്ടുവന്ന് അത്ഭുതം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇർഫാൻ ഷെരീഫ്. മട്ടാഞ്ചേരി ജൂതത്തെരുവിലെ ഇർഫാന്റെ IRS പെർഫ്യൂം ഫാക്ടറിയിലാണ് ഈ ചന്ദനത്തിരിയും അത്തറുകുപ്പിയും ഉള്ളത്. 10 അടി ഉയരമുണ്ട് ഇവിടുത്തെ അത്തറുകുപ്പിക്ക്. 3600 ലിറ്റർ അത്തറാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 6 അടി ഉയരത്തിലും അത്തറുകുപ്പി ഇവിടെ നിർമ്മിച്ചിരുന്നു. 69 അടി നീളമുള്ള ചന്ദനത്തിരിക്ക് 412 കിലോഗ്രാമാണ് ഭാരം. ചന്ദനത്തടി, സാൻഡൽവുഡ് ഓയിൽ, മുളന്തണ്ട് മുതലായവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചന്ദനത്തിരി പുകഞ്ഞു തീരാൻ 1 മാസത്തിന് മുകളിലെടുക്കും. As we have used many raw materials, raw ingredients like resin powder, gum, different herbal powders. It took us almost like 2 months of time by 12 laborers to make this big incense sticks. 9 വർഷങ്ങൾക്ക് മുൻപ് മട്ടാഞ്ചേരി കാണാനെത്തിയതായിരുന്നു ഇർഫാൻ. വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മട്ടാഞ്ചേരിയുടെ വിപണി സാധ്യത കണ്ടാണ് ഇവിടെ പെർഫ്യൂം ഫാക്ടറി തുടങ്ങുന്നത്. ആ തീരുമാനവും തെറ്റിയില്ല. ദിവസവും നിരവധി പേരാണ് IRS പെർഫ്യൂം ഫാക്ടറി കാണാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമായി എത്തുന്നത്.